ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുംഭസാരം കഴിഞ്ഞ് പാപമോചനം പ്രാപിച്ച് കഴിഞ്ഞതിന് ശേഷം പലർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കുഴപ്പം, ആ പാപസുഖങ്ങളെ മനസ്സിൽ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പാപം ചെയ്യുന്നില്ല, അതിൻ്റെ ഓർമ്മകളിൽ അഭിരമിക്കും. പാപത്തിലൂടെ കിട്ടിയ സുഖങ്ങൾ മനസ്സുകൊണ്ട് വീണ്ടും അയാൾ ആസ്വദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിലേക്ക് എന്നെ നയിച്ച സാത്താന് എൻ്റെ മനസ്സിനകത്ത് കയറി ഞാൻ ബലഹീനനായിരിക്കുന്ന വേളയിൽ എന്നെ വീണ്ടും പാപത്തിലേക്ക് നയിക്കാനായിട്ടുള്ള അവകാശവും ലൈസൻസും കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ചില പാപങ്ങൾ നമുക്ക് സുഖങ്ങൾ തന്നിട്ടുണ്ട്, ജഡിക സുഖങ്ങൾ അല്ലെങ്കിൽ ലൗകിക നേട്ടങ്ങൾ. അങ്ങനെയുള്ള പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞ് ആ പാപത്തിലൂടെ കിട്ടുന്ന സുഖങ്ങളെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് താലോലിച്ചു കൊണ്ടിരുന്നാൽ, ആ പാപസുഖങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അഭിരമിച്ച് ആസ്വദിച്ച് കഴിഞ്ഞാൽ സാത്താൻ, എന്നെ പാപത്തിലേക്ക് നയിച്ച സാത്താൻ, ഞാൻ കുമ്പസാരിച്ചപ്പോഴും ഉണ്ടായിരുന്നതാണ് പിശാച്. ഞാൻ തെറ്റുതിരുത്തിയപ്പോൾ അവൻ എൻ്റെ പുറകെ വന്ന് ഇല്ല നീ പാപം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ഞാൻ ഈ ബലഹീന സ്വഭാവമുള്ള ആളാണെങ്കിൽ എൻ്റെ ഈ ബലഹീനത മുതലെടുത്തുകൊണ്ട് അവൻ എൻ്റെ മനസ്സിനകത്ത് കയറി എൻ്റെ ബലഹീന നിമിഷങ്ങളിൽ എന്നെ വീണ്ടും പാപത്തിലേക്ക് നയിക്കും. ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ, ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, അച്ഛൻ പറഞ്ഞ സത്യമാണ് അച്ഛാ, എനിക്ക് ഒരു ബലഹീനതയുണ്ടായിരുന്നു. എനിക്കൊരു വിവാഹത്തിന് മുൻപ് ഒരു ബന്ധമുണ്ടായിരുന്നു. ആ വ്യക്തിയുമായിട്ട് ഞാൻ ജഡിക പാപത്തിൽ വീണു പോയതുമാണ്. വിവാഹം കഴിച്ചിട്ട് ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ ഫോൺ വിളിക്കുകയോ അവളെ കാണുകയോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു ബലഹീനത ഉണ്ടായിരുന്നു. ജീവിത പങ്കാളിയുമായ ശാരീരിക ബന്ധം പുലർത്തുന്ന സമയത്ത് പോലും അവളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതെന്ന ഭാവനയിൽ കണ്ട് ഞാൻ അതിൽ സന്തോഷിക്കുമായിരുന്നു. അത് എപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ കുറേ കാലത്തേക്ക് ഭാര്യ അടുത്തില്ലാത്തപ്പോൾ, ഒറ്റയ്ക്ക് കഴിയുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവളുമായി ചെയ്ത ജഡിക പാപത്തിൻ്റെ സുഖാസ്വാദനത്തിൻ്റെ മേഖലകളിലേക്ക് വഴിപിഴച്ചു പോകുമായിരുന്നു. അങ്ങനെ പോയി അവസാനം ജീവിത പങ്കാളിയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ പോലും എനിക്ക് ഈ ഒരു മ്ലേച്ഛകരമായ വികാരങ്ങൾ ഉണ്ടായി. അത് വ്യഭിചാരതുല്യമായ പാപമാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സമയത്ത് ആ വ്യക്തിയുമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന മാനസിക വൈകാരിക സ്നേഹതലങ്ങളല്ലാതെ അശുദ്ധമായ ഓർമ്മകളോ ഭാവനകളോ വികാരങ്ങളോ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അപ്പോൾ ചില വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ചില പാപ സ്വഭാവങ്ങളുണ്ടെങ്കിൽ പിശാച് അവരുടെ മനസ്സിനെ ഒബ്സസ് ചെയ്തുകൊണ്ട് ബലഹീന നിമിഷങ്ങളിൽ പാപം ചെയ്യിക്കും. എന്നിട്ട് അയാൾ പറയുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നീണ്ട വർഷങ്ങൾക്ക് ശേഷം, എണ്ണം എന്നോട് പറഞ്ഞ് ഞാനിവിടെ പറയുന്നില്ല, നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയാണെന്ന വാർത്ത പറഞ്ഞു. അപ്പോൾ അവൾ പോകാൻ നേരത്തെ എന്നോട് അല്പം സെഡ്യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞ വശീകരിക്കുന്ന വിധത്തിലുള്ള ചില വാക്കുകൾ പറഞ്ഞു. ഒരു വേള ഞാൻ എല്ലാം മറന്നു. ഞങ്ങൾ രണ്ടുപേരും പാപം ചെയ്തു, ഹോട്ടൽ മുറിയെടുത്ത് താമസിച്ചു. അതോടുകൂടി ഇവൻ്റെ മനസ്സിൽ കുറ്റബോധവും നിരാശയും നിറഞ്ഞു. പിന്നീട് അവന് പള്ളിപ്പോക്ക്, കുമ്പസാരം തുടങ്ങിയ അസാധ്യമായി വന്നു. ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഭാര്യയ്ക്ക് എന്തോ സംശയം തോന്നി. ഭർത്താവിനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ധ്യാനത്തിലായിരുന്നില്ല. ഞാനൊരു യാത്രാവേളയിൽ വെച്ചാണ് അവരെന്നെ കണ്ടുമുട്ടിയത്. ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക്, മുരുകൂരേക്കല്ല, അല്പം കൂടി ശാന്തമായിട്ട് ധ്യാനിക്കാൻ ചെറിയ ഗ്രൂപ്പുള്ള പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നിടത്തേക്ക് പറഞ്ഞു വിട്ടു. അവിടുത്തെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇയാൾക്ക് വ്യക്തിപരമായ കൗൺസിൽ കൊടുക്കണം. അയാൾ എന്നോട് ആ വഴിയിൽ വെച്ച്, ആ വഴിയല്ല, ഒരു എയർപോർട്ടിൽ വെച്ച് ഈ കാര്യങ്ങൾ, എയർപോർട്ടിൽ മുറ്റത്തൊരു ഹോട്ടലിൽ വെച്ച്, ഞാൻ ഒരു ഭക്ഷണശാലയിൽ വെച്ച് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക്. ഭാര്യ മാറി നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നതാണ് കാരണം.
അത് ഭാര്യയോട് പറയേ വേണ്ട ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഭാര്യയെ പറഞ്ഞ് വേദനിപ്പിക്കേണ്ട. ഇത് ലോകത്തിൽ ആരോടും ഇനി പറയണ്ട. ഞാൻ അറിഞ്ഞു, ഇനി കുമ്പസാരിപ്പിക്കുന്ന വൈദികനോടും ഏത് ധ്യാനകേന്ദ്രത്തിൽ പോകുന്ന അവിടെ ഒരു വൈദികൻ്റെ അടുക്കൽ ഇത് ഏറ്റു പറയുമ്പോൾ ആ വൈദികനോടല്ല വേറെ ആരോടും ഇനി പറയരുത് പറഞ്ഞു. കാരണം പിശാചുമായിട്ടുള്ള നമുക്കുണ്ടായ കൂട്ടുകെട്ടിലൂടെ വന്ന പാപത്തിൻ്റെ മേഖല അത് ലോകത്തിൽ ആരോടും നമ്മൾ വെളിപ്പെടുത്തണ്ട. യേശുവിനോട് വെളിപ്പെടുത്തണം, യേശു നിയോഗിച്ച പുരോഹിതനോട് വെളിപ്പെടുത്തണം. കൗൺസിലിങ്ങിന് വന്നിരിക്കുന്ന ആൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്, അവരോട് വെളിപ്പെടുത്താം. നിങ്ങൾക്ക് കൗൺസിലിൽ ഇരിക്കുന്ന ആൾ അങ്ങനെ കൗൺസിലിംഗ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളല്ല എന്നൊരു ഇതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കൗൺസിലറുടെ അടുത്ത് അത് പറയണമെന്നില്ല. നിങ്ങൾ അവിടുന്ന് വേറെ ഏതെങ്കിലും കൗൺസിലർ അടുത്ത് പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. കുമ്പസാര കൂദാശയിൽ ആ വൈദികനോട് ഏറ്റു പറയാം. അങ്ങനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ലൈഫ് നോർമലായി തീർന്നു. ഞാൻ അയാളോട് പറഞ്ഞത്, ഈ പാപത്തിൻ്റെ സുഖങ്ങളെ താലോലിച്ച് കഴിഞ്ഞ പാപനിമിഷങ്ങൾ അവിടെ നിന്നാണ് പിശാചിന് നിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത്, നിന്നെ വഴിപഴപ്പിക്കാൻ പറ്റിയത്. ഞാൻ കഴിഞ്ഞ ധ്യാനവസരത്തിലൊരു വചനം പറഞ്ഞു, യേശയ്യാ 43:18-19. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇത് ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? വിജനദേശത്തെ ബാധകളും മരുഭൂമി ജലാശയങ്ങളും ഉണ്ടാക്കി. പുതിയ കാര്യം കർത്താവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലുള്ള നവജീവിതമാണ്, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകമാണ്. യേശയ്യാ 44:22. കാർമേഘം പോലെ നിൻ്റെ തിന്മകളെയും മൂടൽ മഞ്ഞ് പോലെ നിൻ്റെ പാപങ്ങളെയും ഞാൻ നിന്നിൽ അകറ്റിയിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. കാർമേഘത്തിൻ്റെ പ്രത്യേകത എന്താ? കാറ്റ് വരുമ്പോൾ മാറിപ്പോവും. മൂടൽ മഞ്ഞോ വെയിൽ വരുമ്പോൾ പോവും. കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. ഇനി വെയിലെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമുണ്ടാകുന്നതാണ്. യേശുവാണ് നീതിസൂര്യൻ. നീതിസൂര്യനായ യേശുവിൻ്റെ പാപന ബലിയുടെ അനന്ത ശക്തി നിന്നിലേക്ക് വരും, പരിശുദ്ധാത്മാവ് വരും. ആ സമയത്ത് ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ ദിവ്യ സാന്നിധ്യത്താലും ശക്തിയാലും നിൻ്റെ പാപങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെടും. യേശയ്യാ 38:17. എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, അവിടുന്ന് എൻ്റെ സകല പാപങ്ങളും പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് അവിടെ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പിന്നിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ പാപങ്ങൾ പിന്നിലാണ് ദൈവം എറിഞ്ഞു കളഞ്ഞതെന്ന് പറയുമ്പോൾ പിന്നിൽ ഒരാൾ വരും, അവൻ സാത്താനാണ്. അവൻ ഈ പാപം പെറുക്കിക്കൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരും. ഓർമ്മയുണ്ടോ ഈ പാപം? അവൻ കുറ്റബോധം കുത്തിവെക്കാനും പ്രലോഭനത്തിൽ നയിക്കാനും വേണ്ടി ഈ പാപം കൊണ്ടുവരും. ഈശോ കൊണ്ടുവരില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ കഴിഞ്ഞകാല ക്ഷമിക്കപ്പെട്ട പാപങ്ങൾ നമ്മുടെ മനസ്സിൽ വീണ്ടും കൊണ്ടുവന്ന് നമ്മളെ അങ്ങനെ വേദനിപ്പിക്കില്ല. ഇനി നമ്മൾ പാപികളോട് പുച്ഛം കാണിക്കുന്നു, മറ്റുള്ളവർ കരുണ കാണിക്കുന്നില്ല, അഹങ്കാരത്തിലേക്ക് വന്നാൽ നീ പണ്ട് പാപിയാണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇത് ഓർമ്മിപ്പിച്ച് തന്നെന്ന് വരും. അല്ലെങ്കിൽ അത് ദൈവം കൊണ്ടുവരില്ല. പിശാച് പാപം എടുത്തുകൊണ്ട് വരുമ്പം നമ്മൾ പിശാചിനോട് വഴക്കുണ്ടാക്കാനും അവനോട് സംസാരിക്കാനും പോകരുത്. പിശാചിനോട് യുദ്ധത്തിന് പോകരുത്. നിങ്ങൾ ഈശോ യുദ്ധം ചെയ്തുകൊള്ളും. 2, പിശാചിനോട് തർക്കിക്കാൻ പോകരുത്. അവനെന്തു പറഞ്ഞുകൊണ്ട് വന്നാലും അവനോട് വാദിക്കാനും തർക്കിക്കാനും പോകണ്ട. കാരണം അവൻ വക്രബുദ്ധിയോടെ നിങ്ങളെ വഴിപഴപ്പിച്ചെന്ന് വരാം. അവിടെ എന്ത് ചെയ്യണം? അവിടെ ചെയ്യേണ്ടത് ഇതാണ്. റോമ 10:13. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശു എന്ന് വിളിച്ചാൽ മതി. കഴിഞ്ഞകാല പാപങ്ങളുടെ ഓർമ്മ മനസ്സിൽ വരുമ്പോൾ യേശു എന്നൊരൊറ്റ വിളി മതി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:21. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ജോയൽ 2:32. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. 2 തിമോത്തി 2:19. കർത്താവ് ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. ആ പാപമോചനം മാമോദിസയിലൂടെ കിട്ടിയ കൃപ, അതിനുശേഷമുള്ള ഈ പാപമോചന ആശീർവാദത്തിലൂടെ കിട്ടിയ പാപമോചനം അത് ഇളകാതെ നിൽക്കുന്നു. അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു. കർത്താവ് നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞു. കർത്താവിനെ അറിയാം നമ്മളെ. തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ ഈ കുമ്പസാരത്തിലേക്ക് വരുന്ന വ്യക്തി പാപമോചനം പ്രാപിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കണമെന്ന് മാത്രമല്ല, പാപ സാഹചര്യങ്ങൾ കൂടി ഓടിയകലണം. ഇനി ആ പാപ കൂട്ടുകെട്ടുകൾ വേണ്ട, ആ പാപമേഖല വേണ്ട. കാരണം പാപമേഖലയിൽ പിശാചിന് നല്ല സ്വാധീനമുണ്ട്, നിയന്ത്രണമുണ്ട്. പാപ കൂട്ടുകെട്ട് നമ്മുടെ കൂടെ പാപം ചെയ്തിരുന്ന വ്യക്തികളിൽ ഇപ്പോഴും പിശാചുണ്ടായിരിക്കാം. യേശു ഇല്ല, പരിശുദ്ധാത്മാവില്ലായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ കുറ്റപ്പെടുത്തിക്കാൻ പോകണ്ട.
പക്ഷെ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം. അവർ നമ്മളെ പാപത്തിലേക്ക് നയിച്ചവരോ അവരുടെ കൂടെ പാപം ചെയ്തവരോ ആയിരിക്കാം. നമ്മൾ അതിലേക്ക് പോകരുത്. അതാണ് ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പാപത്തിൻ്റെ ഓർമ്മ വരുമ്പോൾ യേശുവിൻ്റെ നാമം വിളിക്കുക, സ്തുതിക്കുക, യേശുവിന് നന്ദി സ്തുതിയും പറയുക. ഈശോ ബൈബിളിൽ തന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഹല്ലേലൂയ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാപത്തെ വെറുത്തുപേക്ഷിച്ച് കഴിഞ്ഞ് വീണ്ടും പാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള കൃപാകടാക്ഷം ഇപ്പോൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ ഒരു ആശീർവാദം തന്ന് വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള പ്രലോഭന പിശാച് കൊണ്ടുവരുമ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.